ഞായറാഴ്ചക്കാലം അബിയായുടെ ഗണത്തിൽപ്പെട്ട സക്കറിയാവിന് ഗബ്രിയേൽ ദൂതൻ ബലിപീഠത്തിൽ വെച്ച് പ്രത്യക്ഷനായി. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വഴിയിലേക്കും തിരിച്ചുവിടാൻ സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ ഏലിയായുടെ ചൈതന്യവും ശക്തിയുമുള്ള യോഹന്നാന് വേണ്ടി വന്ധ്യയായ എലിസബേത്തിന്റെ ഗർഭം തുറന്ന് 6-ാം മാസം ഗബ്രിയേൽ ദൂതനെ ഗലീലായിലെ നസ്രേത്ത് പട്ടണത്തിൽ ദാവീദ് വംശജനായ ജോസഫ് എന്ന പേരായ പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യാനിരുന്ന കന്യകയായ മറിയയുടെ അടുക്കൽ അയച്ചു. ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിൽ അവൻ ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. പ്രഭു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നീളിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയായ അവൾക്ക് ഇത് 6-ാം മാസം. ഇതാ കർത്താവിന്റെ ദാസി,